ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് CSIR അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ആൻഡ് പ്രോസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വിളിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഭോപ്പാലിലേക്കാണ് നോക്കിയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് വരുന്നത് ചിലപ്പോൾ ഭോപ്പാലിലായിരിക്കും. സോ നെക്സ്റ്റിൻ്റെ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 26/4/2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ക്ലോസിംഗ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 17/5/2025 ക്ലോസിംഗ് ഡേറ്റ് എന്ന് ഓർത്തിരിക്കുക. പക്ഷേ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏതൊക്കെ പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ജനറലിലേക്കാണ് ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ വേക്കൻസി 7 പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. വേക്കൻസി അതിൽ ജനറൽ കാൻഡിഡേറ്റിന് 3 വേക്കൻസി, SC-ക്ക് 1 വേക്കൻസി, ST-ക്ക് 2 വേക്കൻസി, OBC-ക്ക് 1 വേക്കൻസി എന്നിവയാണ് വിളിച്ചിരിക്കുന്നത്. സാലറി നോക്കുകയാണെങ്കിൽ 19,000 മുതൽ 63,200 വരെയാണ് സാലറി കിട്ടുന്നത്. നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 36,220 ആണെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിന് 1 പോസ്റ്റാണ് ഇത് വന്നിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്കാണ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് അതിൻ്റെ സാലറി നോക്കാം. അതും സെയിം സാലറി 19,000 മുതൽ 63,000 വരെ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ബേസിക് പേ കിട്ടുന്നത് 36,220 ആണ്. 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് സ്റ്റോർ ആൻഡ് പർച്ചേസ് 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ്. 19,000 മുതൽ 63,000 വരെയാണ് സാലറി. 36,000 ആണ് നിങ്ങൾ സ്റ്റാർട്ടിംഗ് സാലറി. 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. എല്ലാത്തിൻ്റെയും ക്വാളിഫിക്കേഷൻസ് അതായത് അക്കൗണ്ട്സ്, അതുപോലെ ഫിനാൻസ്, സ്റ്റോർ ആൻഡ് പർച്ചേസ് എല്ലാ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ് ക്വാളിഫിക്കേഷൻ. +2 ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ടൈപ്പിംഗ് ടെസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. +2 ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ടൈപ്പിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും ടൈപ്പിംഗ്. ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഉണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ 35 വേർഡ്സ് പെർ മിനിറ്റും ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റും ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് 10 മിനിറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. 2 മിനിറ്റ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ക്ലോസിംഗ് ഡേറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും അതുപോലെ തന്നെ മറ്റ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഏജ് ലിമിറ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ലാസ്റ്റ് ഡേറ്റ് 17/5/2025 ബേസ് ചെയ്തിട്ടാണെന്ന് ഓർത്തിരിക്കുക. നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്. സെലക്ഷൻ പ്രൊസീജിയർ നമുക്കറിയാം 2 പേപ്പർ എക്സാമാണ് വരുന്നത്. പേപ്പർ 1, പേപ്പർ 2 ആണ്. പേപ്പർ 1 എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതാണ് ഓർത്തിരിക്കുക. പേപ്പർ 2 എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഉള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചറാണ്. പാസ്സായാൽ മാത്രം മതി ഓർത്തിരിക്കുക. പേപ്പർ 1 എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചറാണ്. പേപ്പർ 2 ആണ് റാങ്ക് നിർണ്ണയിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻ നോക്കാം. SC/STക്ക് 5 വർഷം, OBC-ക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തത് ഈ വെബ്സൈറ്റ് ത്രൂ ആണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവർ പറയുന്നുണ്ട് മറ്റൊരു മോഡ് ഓഫ് അപ്ലൈ നിങ്ങൾ ഇവിടെ ട്രൈ ചെയ്തത് ഈ വെബ്സൈറ്റ് ത്രൂ മാത്രമേ അപ്ലൈ ചെയ്യാവൂ, അല്ലാതെ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. SC/ST PWD വുമൺ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റിന് ഫീ പേയ്മെൻറ്റ് ഇല്ല എന്ന് ഓർത്തിരിക്കുക. ഈ ഫീ പേയ്മെൻറ്റ് ഇല്ലാത്തത് നിങ്ങൾ തെളിയിക്കണം. സബ്ജക്ട് ടു അപ്ലോഡിംഗ് ദ റെലവൻറ്റ് ഡോക്യുമെൻറ്റ് ഫോർ ദ ക്ലെയിം. അതായത് SC/ST PWD എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഏജ് റിലാക്സേഷൻ്റെ ഒക്കെ ആനുകൂല്യങ്ങൾ കിട്ടത്തുള്ളൂ എന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്തതിന് ശേഷം ഈ സബ്മിറ്റ് ചെയ്ത പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. പേപ്പർ 1, പേപ്പർ 2 ഞാൻ പറഞ്ഞു. പേപ്പർ 1 എന്ന് പറയുന്നത് ക്വാളിഫൈ നേച്ചർ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ മെൻ്റൽ എബിലിറ്റി ആണ് അവിടെ വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. മാക്സിമം 200 മാർക്ക് ഓർത്തിരിക്കുക. നോ നെഗറ്റീവ് മാർക്കാണ് ഓർത്തിരിക്കുക. പേപ്പർ 2 എന്ന് പറയുന്നത് ജനറൽ അവയർനെസ്സും വരുന്നുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജും വരുന്നുണ്ട്. സോ ഇവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 1 നെഗറ്റീവ് മാർക്ക് ഫോർ ഓർ എവരി റോങ് ആൻസർ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ മോഡ് ഓഫ് എക്സാമിനേഷൻ OMR ബേസ്ഡ് എക്സാം ആണ്. ഇംഗ്ലീഷ് ഓർ ഹിന്ദി അത് ലാംഗ്വേജ് ചൂസ് ചെയ്യാം. +2 ബേസിസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 മണിക്കൂർ 30 മിനിറ്റ് 150 മിനിറ്റ് ആണ് ടൈം അലോട്ട് ചെയ്തേക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക പേപ്പർ 1 എന്ന് പറയുന്നത് ക്വാളിഫൈ നേച്ചർ ആണ്. പേപ്പർ 2 ആണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വിളിച്ചിരിക്കുന്നത് CSIR അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ആൻഡ് പ്രോസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഭോപ്പാലിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 17/5/2025. അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ അപ്ലൈ ചെയ്തിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.